PM ശ്രീ പരിശോധനയ്ക്ക് മന്ത്രിസഭ ഉപസമിതി രൂപീകരിച്ചെങ്കിലും പദ്ധതി മരവിപ്പിക്കണമെന്ന കത്ത് കേന്ദ്രത്തിന് നൽകുന്നത് വൈകും. സമിതി പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സമിതിയെ നിയോഗിച്ചത് CPM BJP ഡീലെന്ന് കോൺഗ്രസും പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം സർക്കാർ സ്കൂളുകളെ തകർക്കാനെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും പ്രതികരിച്ചു. CPIയുടെ എതിർപ്പ് പരിഹരിക്കാനുള്ള ഒത്തുതീർപ്പ് വ്യവസ്ഥയായാണ് മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചത്. PM ശ്രീ കരാർ മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് കത്ത് നൽകുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കുകയും ചെയ്തു. എന്നാൽ കത്ത് നൽകുന്നതിൽ ഉപസമിതിയോ സർക്കാരോ ഇതുവരെയും തീരുമാനത്തിലെത്തിയിട്ടില്ല. ഉപസമിതി പരിശോധിച്ച ശേഷം തീരുമാനമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇപ്പോഴത്തെ നിലപാട്. എന്നാൽ PM ശ്രീയിലെ പിന്മാറ്റം കണ്ണിൽ പൊടിയിടാനെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. ഇപ്പോൾ ഒപ്പുവെച്ചതിന് ശേഷം മന്ത്രിസഭാ ഉപസമിതി രൂപീകരിക്കുന്നത് CPIയെ പറ്റിക്കുകയാണ്, CPIയെ കബളിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് മാറും എന്ന് പറയാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭയക്കുന്നത് എന്തുകൊണ്ട്? ആരെയാണ് പേടിക്കുന്നത്? CPM BJP ഡീലെന്ന് KC വേണുഗോപാൽ. സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുന്നു. ആ എഗ്രിമെൻ്റ് പിന്നെ ഗവൺമെൻറ് കത്തെഴുതിയിട്ട് ആരെ കളിപ്പിക്കാനാണ് ഇവർ പറയുന്നത്? പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം സർക്കാർ സ്കൂളുകളെ തകർക്കാനെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. കേരളത്തിലെ സർക്കാർ സ്കൂളുകളെ തകർക്കാനുള്ളൊരു ശ്രമമാണിത്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അത് തകർക്കാനുള്ള ഒരു ആസൂത്രിത ശ്രമമാണ്. CPIയും CPMഉം ധാരണയിലെത്തിയെങ്കിലും PM ശ്രീയിലെ വിവാദങ്ങൾ തുടരുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.